കോളനിയിലെ വീടുമായി ബന്ധപ്പെട്ട് എന്റെ കക്ഷിയായ ശ്രീ മാർത്താണ്ഡൻ പിള്ളയുമായി ഇവർക്ക് ഒരു തരത്തിലുള്ള എഗ്രിമെന്റും ഇല്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിരിക്കുകയാണ്. ഇവർ ഈ പറയുന്ന 17 വർഷത്തെ കഥ സത്യമായിരിക്കാം. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഭർത്താവ് ഇവരെയും കുട്ടികളെയും ഉപേക്ഷിച്ച് ഓടിപ്പോയ കാലത്തെ എന്റെ കക്ഷിയായ മാർത്താണ്ഡൻ പിള്ളയോട് ഈ കുടുംബം കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ നിൽക്കുന്ന സുധാമണിക്ക് 2 മക്കളുണ്ടായിരുന്നു. 3ാമത്തെ കുട്ടിയെ ഇവർ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ അശരണയും ഗർഭിണിയുമായ സുധാമണിയെയും കുട്ടികളെയും തെരുവിലേക്ക് ഇറക്കിവിടാതെ മാർത്താണ്ഡൻ പിള്ള പഴയ കടമൊക്കെ മറന്ന് ഇവരോട് കാണിച്ച മനുഷ്യത്വപരമായ സമീപനമാണ് ഇപ്പോൾ എന്റെ കക്ഷിയെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇവർ മാർത്താണ്ഡൻ പിള്ളയ്ക്ക് വാടക നൽകാറില്ലെന്ന് മാത്രമല്ല, ഗാർഹിക ആവശ്യത്തിനായി കൊടുത്ത കെട്ടിടത്തിൽ ഒരു കാറ്ററിംഗ് യൂണിറ്റ് നടത്തുകയാണിപ്പോ. അത് നിയമപരമായി തെറ്റാണെന്ന് മാത്രമല്ല, പ്രസ്തുത കെട്ടിടത്തിലേക്കുള്ള അപരിചിതരുടെ പോക്കുവരവ് അവിടെയുള്ള മറ്റ് താമസക്കാരുടെ സുരക്ഷിതത്വത്തിനും സ്വകാര്യതയ്ക്കും ഭീഷണിയായിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. That's all, Your Honor. ഡിഫൻസ് ഉണ്ടോ? യെസ് സർ. എന്റെ കക്ഷിയിൽ നിന്നും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കായി ആ കെട്ടിടം ഉപയോഗിക്കാമെന്നൊരു എഗ്രിമെന്റ് എതിർ കക്ഷിയായ മാർത്താണ്ഡ പിള്ള ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കോപ്പി എന്റെ കക്ഷി ഏൽപ്പിക്കാൻ എതിർ കക്ഷി ഇതുവരെ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, നാളിതുവരെ ഒരു പൈസ പോലും മുടക്കമില്ലാതെ പ്രസ്തുത എഗ്രിമെന്റ് പ്രകാരമുള്ള വാടക മാസം തോറും എന്റെ കക്ഷി എതിർ കക്ഷിക്ക് കൊടുത്തു വരുന്നതാണ്. കറണ്ട് ചാർജ്, വെള്ളക്കര എന്നിവ എന്റെ കക്ഷി കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായി തന്റെ മകന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമാണ് കൃത്യമായ വാടക എന്റെ കക്ഷി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് കോടതി സമക്ഷം സമർപ്പിച്ചിട്ടുണ്ട്. ഒബ്ജക്ഷൻ, യുവർ ഓണർ. പ്രൊസീഡ്. അത് ഇവരുടെ കഷ്ടകാല സമയത്ത് എന്റെ കക്ഷി സുധാമണിക്ക് നൽകിയ പലിശരഹിത വായ്പ ഗഡുക്കളായി തിരിച്ചടയ്ക്കുന്നതാണ്. അതിന് സുധാമണിയും മാർത്താണ്ഡൻ പിള്ളയുമായി ഉണ്ടാക്കിയ എഗ്രിമെന്റ് കോടതിക്ക് മുമ്പിലുണ്ട്. അങ്ങ് ദയവായി അത് പരിശോധിക്കണം. ഞാനിപ്പോ വരാം. എന്താ എന്തായി ഇവിടുത്തെ കാര്യങ്ങള്?
കേസ് ഞങ്ങൾ തോക്കും കീർത്തന. എഗ്രിമെന്റ് കോപ്പി കോടതി സബ്മിറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കൊടുത്താൽ സാധ്യതയുണ്ടോ? ഉണ്ടെന്നാ വക്കീല് പറഞ്ഞത്. എന്നാ കോപ്പിയില്ല, ഒറിജിനൽ എന്നെ പിടിച്ചോ. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? അത് നീ എന്തിനാ ഇപ്പൊ ഈ അലമാര തുറന്നത്? ഞാൻ തുറന്നില്ലല്ലോ. ഓഹോ, ഞാൻ പൂട്ടി താക്കോൽ അലമാരയുടെ മോളിൽ വെച്ചേച്ചു പോയത് നീ എന്തിനാ തുറന്നേന്ന്? അച്ഛന്റെ ഓർമ്മപ്പശകായിരിക്കും. ഏ അലമാര പൂട്ടിക്കാണില്ല. ഓഹോ, ആ അത് പോട്ടെ. നീ ഇവിടെ എന്തൊടുക്കായിരുന്നു? നിന്നോടെ അത്താഴം എടുത്തു വെക്കാൻ അമ്മയോട് പറയാൻ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പുറത്തോട്ട് പോയത്. ഏ പെണ്ണെ, അനുസരണക്കേട് കാണിച്ചോണ്ടല്ലോ ഒറ്റ കീറ് വെച്ചിരുന്നു ഞാൻ. ഞാൻ ഇപ്പൊ വരാം അച്ഛാ. അപ്പോ രക്ഷപ്പെട്ടു, ഇത് മതി. അതെ, നീ വേഗം തിരിച്ചു പോക്കോ. ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാലോ? ഞാനിത് പെട്ടെന്ന് വക്കീലിന്റെ കയ്യിൽ എത്തിക്കട്ടെ. അപ്പൊ ശരി. സാഗറിന്റെ ഒരു കാര്യം, ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ എന്നോട്. എക്സ്ക്യൂസ് മീ സർ. എന്താടോ കഴിഞ്ഞില്ലേ? സർ, കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി സുധാമണി താമസിച്ചിരുന്ന വീട് ഉപയോഗിക്കാമെന്ന കണ്ടീഷനിൽ മാർത്താണ്ഡം പിള്ള സുധാമണിക്ക് എഴുതി കൊടുത്ത എഗ്രിമെന്റിന്റെ ഒറിജിനലാണിത്. ഇത്തരത്തിലുള്ള ഡിഗ്രിമെന്റ് ഇല്ല എന്ന കള്ളമാണ് ഇത്രയും നേരമായി എന്റെ എതിർകക്ഷിയും വക്കീലും ചേർന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. ദയവ് ചെയ്ത് ഇത് പരിശോധിക്കണം. കോടതിക്ക് മുമ്പാകെ മാർത്താണ്ഡൻ പിള്ള എന്ന ഒന്നാം കക്ഷി ബോധിപ്പിച്ച വിവരങ്ങൾ അസത്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് കോടതി നിശ്ചയിക്കുന്ന ഒരു തുക പിഴ ഒടുക്കാനും അല്ലാത്ത പക്ഷം അന്യായമായി പരാതി ഉന്നയിച്ച മാർത്താണ്ഡൻ പിള്ളയ്ക്ക് മേൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി ഇതിനാൽ നിർദ്ദേശിക്കുന്നു. എന്നോട് ഈ കൊടുംചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? പറയടി. ആ എഗ്രിമെന്റ് എടുത്ത് സുധാമണിക്ക് കൊടുത്തത് നീയല്ലടി. മരക്കഴുത വായും പൊളിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? എന്നെ ശത്രുക്കൾ കൊച്ചി കൊടുത്തിട്ട് എന്റെ ചെലവിൽ സുഖമായിട്ട് കഴിയാമെന്ന് കരുതിയോ നീ? നിന്നെ കൊന്നു കുഴിച്ചു മൂടുവടി ഞാൻ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിങ്ങൾക്ക് ഭ്രാന്തായോ? എന്നെ ഭ്രാന്തരാക്കിയത് നീയാടി. നിന്നെ ഞാൻ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തല്ലുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ ആർക്കും ഒന്നും എടുത്തു കൊടുത്തിട്ടില്ല.
നിങ്ങൾ സുധാമണിയും തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? പറയാഞ്ഞത് കാര്യമായി പോയി അല്ലടി. പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ നീ ഇതെടുത്ത് അവക്ക് കൊടുത്തേനെ അല്ലടി. ഞാൻ ഇതുവരെ ആർക്കും ഒന്നും എടുത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാനിത് പറയണം? കള്ളം പറയുന്നു. അതെ, നിനക്ക് അവളോട് ഇത്തിരി ചായ കൂടുതലാണെന്ന് എനിക്കറിയാം. എങ്ങനെയാ പെണ്ണല്ലേ എനം? ഓഹോ, എത്ര വാരിക്കോരി കൊടുത്താലും എങ്ങനെയൊക്കെ കൈവെള്ളെ കൊണ്ടു നടന്നാലും അവസരം കിട്ടിയാൽ സ്വന്തം ഭർത്താവിന്റെ ആയാലും കാല് വാരി താഴെ അടിക്കും നീയൊക്കെ. മനുഷ്യ, അനാവശ്യം പറയരുത്. പിശാചിന്റെ കോട്ട പോലെ നിങ്ങൾ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഏടാകൂടങ്ങള് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇന്ന് വരെ അതൊന്നും അന്വേഷിക്കാനും നിന്നിട്ടില്ല. നിങ്ങളെ പോലെ ഒരുത്തന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചതേ എന്റെ കുറ്റവാ. എന്റെ ഈശ്വര, ഇയാൾക്ക് ഇനിയെങ്കിലും ഇത്തിരി നേർബുദ്ധി കൊടുക്കണേ. അത് ശരി. അപ്പോ നിനക്ക് ഇത് പിശാചിന്റെ കോട്ടയാണല്ലേടി? അപ്പൊ ഞാനാരാടി? ചെകുത്താനോ? ഞാൻ ശരിക്കും ചെകുത്താനാകുന്നത് നിനക്ക് കാണോടി? കാണോടി? അച്ഛാ, ഇനി എന്റെ അമ്മയെ തൊട്ടുപോകരുത്. ആഹാ, ഇതാര്? അമ്മ മഹാറാണിയോ? അയ്യോ, നെത്തോലി പോലിരുന്നിട്ട് തിമിംഗലത്തിന്റെ വർത്തമാനം പറയുന്നു. മിണ്ടരുത് നീ. അച്ഛൻ എന്തു പറഞ്ഞാലും അമ്മ ഇങ്ങനെ വെറുതെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭാര്യയെ തല്ലാനും അനുസരിപ്പിക്കാനും എനിക്ക് നിന്റെ അനുവാദം എന്തിനാടി? അടങ്ങി നിന്നില്ലെങ്കിൽ ചുരുട്ടിക്കൂട്ടി എടുത്ത് നിലത്തടിക്കും ഞാൻ. അമ്മ എന്ത് ചെയ്തിട്ടാ അച്ഛൻ ഇങ്ങനെ അമ്മയെ വെറുതെ തല്ലുന്നത്? അയ്യോടി, നിന്റെ അമ്മ ചെയ്ത പന്നത്തരം എന്താണെന്ന് അവളോട് ചോദിക്കടി. സുധാമണിക്ക് എഗ്രിമെന്റ് എടുത്തു കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെ. ഞാൻ അങ്ങനെ ഒരു എഗ്രിമെന്റ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഓഹോ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ഇന്ന് വരെ സത്യം പറഞ്ഞിട്ടുണ്ടോ? നീ തന്നെയാണ് അതെടുത്ത് അവക്ക് കൊടുത്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന്റെ കൂലി നിനക്ക് തന്നില്ലെങ്കിൽ എന്റെ പേര് മാർത്താണ്ഡൻ പിള്ള എന്നല്ല. എന്നാ പിന്നെ അച്ഛൻ പോയി പേര് മാറ്റുന്നത് നല്ലത്. ഒരു കാര്യം അച്ഛൻ ഓർത്തോ, ഇനി അമ്മ തല്ലാനാണ് അച്ഛന്റെ ഭാവമെങ്കിൽ നീ എന്നെ എന്തോ ചെയ്യും? തിരിച്ചടിക്കൂ? അതോ നീ നിന്റെ തള്ളയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോകൂ? അച്ഛന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് കൊടുക്കും. ജാമ്യം പോലും കിട്ടില്ല, അച്ഛൻ ജയിലിൽ പോകും. ഓഹോ, അത് ശരി. അപ്പോ അമ്മയും മോളും കൂടെ ഒത്തുചേർന്നാണ് ഈ പരിപാടി അല്ലേ? എന്നാ അങ്ങോട്ട് കൊടുക്കടി. നന്നായി പോയി. ഇപ്പോ എന്റെ പേര് കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പുണ്ടായി. ഇതും കൂടെ ചേർത്ത് എന്റെ പേരിൽ അങ്ങോട്ട് കേസ് കൊടുക്കും. പക്ഷേ രണ്ടെണ്ണോ ഒന്ന് ഓർത്തു, ആ എഗ്രിമെന്റ് എടുത്തു കൊടുത്ത് നിങ്ങൾ രണ്ടുപേരിൽ ആരായാലും അവരെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കി ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കിയിട്ട് ഞാൻ അടങ്ങും. അത് അമ്മയായാലും മോളായാലും ഓർത്തോ. സത്യം പറയാലോ, കേസ് തോറ്റുപോകുന്നു ഞാൻ ഉറപ്പിച്ചതാ. ഞങ്ങൾക്കെതിരെയുള്ള ഒരു പോയിന്റ് പോലും മാർത്താണ്ഡൻ പിള്ളയുടെ വക്കീല് രാമൻപിള്ള വിട്ടുകളഞ്ഞില്ല. അമ്മ മാർത്താണ്ഡൻ പിള്ളയുടെ സ്റ്റൂള് കത്തിച്ചത് വരെ സർവ്വതും അയാൾ കോടതിയിൽ എടുത്തിട്ട് അലക്കി. നമ്മുടെ കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ബാലുച്ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്നും മാർത്താണ്ഡൻ പിള്ളയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. അതിനാ രാമൻപിള്ള വക്കീല് ഒരു കള്ള എഗ്രിമെന്റ് ഉണ്ടാക്കി കോടതിയിൽ സബ്മിറ്റ് ചെയ്തു ഗണേശ മാമ. എന്നിട്ട് കൃത്യസമയത്ത് വാടക എഗ്രിമെന്റിന്റെ ഒറിജിനൽ തന്നെ കോടതിയിൽ സമർപ്പിക്കാൻ പറ്റിയത് കൊണ്ട് അതെല്ലാം കള്ളത്തരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിന് നന്ദി പറയേണ്ടത് കീർത്തനമോളോടാ. പാതി ബോധം പോയി ചത്ത ശാപം പോലെ ഞാൻ നിന്നപ്പാ സാഗർ അതും കൊണ്ട് പാഞ്ഞു വന്നത്. ആദ്യം അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. വക്കീൽ സാർ അത് ജഡ്ജിന്റെ കയ്യിൽ പരിശോധനയ്ക്ക് കൊടുത്തപ്പാ എനിക്ക് കാര്യം പിടികിട്ടേ. ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. എന്നാലും എന്റെ മഞ്ജുളെ, നമുക്ക് വേണ്ടി കീർത്തനമോള് ഇത്രയൊക്കെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടില്ല.
എന്നാലും ഇത്രയും നാളും പിള്ള ഇത് രഹസ്യമായി വെച്ചിരുന്നല്ലോ. എന്തൊരു ദുഷ്ടനാണ് അയാള്. എന്തായാലും സത്യം ജയിച്ചുവല്ലോ. ഇതാ പറയുന്നത്, നല്ല മനസ്സുള്ളവരുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവുന്നു. കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ ദൈവത്തിനറിയാം സുധാമണി. അതുകൊണ്ടാ ആ ദുഷ്ടന്റെ മകളുടെ രൂപത്തിൽ വന്ന് ദൈവം നിന്നെ കാണിച്ചത്. ഇനി അതിന്റെ പേരില് ആ മാർത്താണ്ഡ പിള്ള ഇനി എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കുമെന്ന് കണ്ടറിയാം. ആ കൊച്ചിനെ അയാൾ കൊല്ലാകൊല ചെയ്യും, നോക്കിക്കോ. അക്കാര്യത്തിൽ എനക്കും നല്ല പേടിയുണ്ട് മഞ്ജു. ഒരു കരുണയില്ലാത്തവൻ അയാള്. ആരൊക്കെ എങ്ങനെയൊക്കെ സങ്കടപ്പെട്ടാലും അയാൾക്ക് സ്വന്തം കാര്യം നടക്കണം. അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും. അതിനിടയിൽ ഭാര്യ ആയാലും മക്കളായാലും അയാളെ തോൽപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അയാൾ വെറുതെ വിടില്ല. ഇന്ന് അയാൾ ആ വീടെടുത്ത് തിരിച്ചു വെക്കും, നോക്കിക്കോ. ഇനി അയാൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കോടതി വിധിച്ചു കഴിഞ്ഞില്ലേ. ഇങ്ങനെ ഒരു തോൽവി അയാൾ ജന്മത്ത് പ്രതീക്ഷ കാണില്ല. അത്രയ്ക്ക് രഹസ്യമായിട്ടല്ലേ അയാൾ ആ എഗ്രിമെന്റ് ഒളിപ്പിച്ചു വെച്ചത്. അമ്മ കീർത്തനയോട് നന്ദി പറയണം. അങ്ങനൊരു നന്ദി വാക്കിൽ തീരുന്നതല്ല ഓള് നമ്മക്ക് ചെയ്ത സഹായം. കീർത്തന മോളോട് ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കും. എന്റെ മോളെ പോലെ തന്നെയാ എനിക്ക് ഓളും. കോടതി തിരിച്ചെങ്ങാനും വിധിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്റെ അവസ്ഥ? ഈ ഒറ്റ വീട് കോളനിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നാല് ഞാൻ ശ്വാസം മുട്ടി മരിച്ചേനെ. ദിവസവും നിങ്ങളെല്ലാം കാണാണ്ട് നിങ്ങളോടൊക്കെ രണ്ടു വാക്കും മിണ്ടാതെ എനിക്ക് വേറെടെയും പോയി ജീവിക്കാൻ പറ്റുമോ? അല്ല, ഇത് എത്ര കാലമായി ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട്? കൊറേ കാലായി. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എഗ്രിമെന്റ് ഒപ്പിടുമ്പോ കാറ്ററിംഗ് സർവീസ് നടത്തുന്നതിന് വേറെ എഗ്രിമെന്റ് എഴുതണമെന്നും പറഞ്ഞ് പിള്ള ബഹളവും വെച്ചിനു. ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു. വാടക നേരത്തെ ഉള്ളതിനേക്കാളും കൂട്ടിയിട്ടാ പിന്നെ വേറെ എഗ്രിമെന്റ് എഴുതിയത്. എനക്കത് ഓർമ്മ വന്നപ്പോ തന്നെ അൻസാരി വക്കീലിനോട് പറയുകയും ചെയ്തു. എത്രയും വേഗം അതിന്റെ കോപ്പി കണ്ടുപിടിക്കാൻ വക്കീല് പറയുകയും ചെയ്തു. ഞാൻ വീട് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി, എവിടെ കിട്ടാനാ? അയാള് കോപ്പി എനിക്ക് തന്നിട്ടുണ്ടെങ്കിലല്ലേ കിട്ടൂ. അത് കിട്ടിയില്ലെങ്കിലോ കോടതി ഇവിടുന്ന് ഇറങ്ങിപ്പോവാനും പറയും. അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ മാധവമ്മ പറഞ്ഞ പോലെ കീർത്തനമോളുടെ രൂപത്തിൽ വന്ന ദൈവം തന്നെ അത് കൊണ്ടുതരുകയും ചെയ്തു. എന്തായാലും ഇനി സുധേച്ചിക്ക് എങ്ങോട്ടും പോകേണ്ടി വരില്ലല്ലോ. അതെ അതെ, എന്തായാലും ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങാം. അങ്ങനെ പൂർണ്ണമായിട്ട് ഉറപ്പിക്കണ്ട. ഇപ്പൊ നമുക്ക് കിട്ടിയ ഒറിജിനൽ എഗ്രിമെന്റ് വെച്ച് മുൻസിഫ് കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണമെന്നാ അൻസാരി വക്കീല് പറഞ്ഞത്. അതൊക്കെ പുള്ളി നോക്കിക്കോളാന്നും പറഞ്ഞു. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അയാളുടെ ശല്യം ഉണ്ടാവില്ല. സുധേച്ചി, ഇവനെ പഠിപ്പിച്ചൊരു വക്കീലാക്ക്. കേസിന്റെ കാര്യങ്ങളൊക്കെ മണി പോലെയല്ലേ പറയുന്നത്. എന്നാലും അയാളെ സൂക്ഷിക്കണം സുധാമണി. ഈ അപമാനം അയാൾ പൊറുക്കില്ല. ഇനിയും പല രൂപത്തിലും അയാൾ നിങ്ങളെ ഇവിടുന്ന് ഇറക്കാൻ നോക്കും. അതിനുവേണ്ടി അയാൾ എന്തടവും പ്രയോഗിക്കും. എന്റെ ഗണേശ, അയാളെ പോലുള്ള ദുഷ്ടന്മാര് എന്തൊക്കെ കാണിക്കാൻ ശ്രമിച്ചാലും നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ ദൈവം മറ്റൊരു വഴി കാണിച്ചു തരും. ദാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അയാൾ എന്നെ ചതിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ രക്തത്തെ പറന്ന കുട്ടീനെ കൊണ്ട് തന്നെ ദൈവം എന്നെ രക്ഷിച്ചു. ഇനി എന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരട്ടെ, അയാൾ കാണിച്ചു കൊടുക്കും. സത്യം പറഞ്ഞ ഈ വിജയം നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കേണ്ടതാ. ചമ്മി നാറിയ മോന്തയും കൊണ്ട് അയാള് നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും.